തൃശൂർ പൂരം വാദത്തിൽ തിരുവമ്പാടി ദേവസ്വം അനുകൂലമായ തീരുമാനമെടുക്കാതെ മാറി നിൽക്കുകയും പൂരം മുടക്കാൻ ഗൂഢാലോചന നടത്തുകയും ചെയ്യുന്നതിന് പിന്നിൽ ദേവസ്വത്തിൽ ചിലർ പ്രവർത്തിച്ചു എന്നുള്ളതിൽ എം.ആർ. അജിത് കുമാർ റിപ്പോർട്ട് ചെയ്തു എന്നൊരു വാർത്ത നമ്മൾ പുറത്തുവിട്ടു. ദീപക് ധർമ്മടമാണ് ഈ ബ്രേക്കിംഗ് ന്യൂസ് നാട്ടുകാരോട് പറഞ്ഞത്. ഈ പൂരവിവാദത്തിൽ ADGP എം.ആർ. അജിത് കുമാർ റിപ്പോർട്ട് ഇന്ന് മുഖ്യമന്ത്രിക്ക് കൈമാറും. പൂരം അലങ്കോലമാക്കാൻ തിരുവമ്പാടി ദേവസ്വത്തിലെ ചില ആളുകൾ ശ്രമിച്ചുവെന്ന ഗുരുതരമായ പരാമർശം ഈ റിപ്പോർട്ടിലുണ്ടെന്ന് ദീപക് ധർമ്മടം ഇന്നലെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ആരോപണം തിരുവമ്പാടി ദേവസ്വം നിഷേധിച്ചതോടെ വിവാദം പുതിയ തലത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഏറ്റവും പുതിയ വിവരങ്ങളുമായി MG പ്രതീഷ് ചേരുന്നു. റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് ഇന്ന് കൈമാറുന്നതിൻ്റെ സാഹചര്യത്തിൽ എന്തൊക്കെയാണ് അതിൻ്റെ വിവരങ്ങളെന്ന് പ്രതീഷ് നൽകും. അതുപോലെ തന്നെ റിപ്പോർട്ടിലെ ഗുരുതര ആരോപണങ്ങൾ തിരുവമ്പാടി ദേവസ്വം തള്ളി എന്നുള്ള വാർത്തയുടെ വിശദാംശങ്ങളുമായി സൂരജ് സജി തൃശ്ശൂരിൽ ചേരും. അതുപോലെ മുന്നണിയിൽ നിന്നും പ്രതിപക്ഷത്തു നിന്നും ഉയരുന്ന വിമർശനങ്ങളിൽ ഇക്കാര്യത്തിൽ പ്രതിരോധം എങ്ങനെയായിരിക്കും എന്ന് കണ്ണൂരിലെ ധർമ്മടത്ത് നിന്ന് ദീപക് ധർമ്മടം കൂടി നമുക്കൊപ്പം ചേരുന്നു. ദീപക്കായിരുന്നു ഈ വാർത്ത ഇന്നലെ റിപ്പോർട്ട് ചെയ്തിരുന്നത്. ആദ്യം നമുക്ക് MG പ്രതീഷിലേക്ക് പോകാം. പ്രതീഷ്, ഗുഡ് മോർണിംഗ് ടു ബോത്ത് ഓഫ് യു ആൻഡ് ടു ദീപക് ധർമ്മടം. പ്രതീഷ്, യഥാർത്ഥത്തിൽ ഇതൊരു ശരിക്കും ഒരു ഈ റിപ്പോർട്ടിൽ കാര്യമായിട്ടൊന്നുമില്ല എന്ന രീതിയിലുള്ള വാർത്തകൾ പ്രചരിക്കുന്നതിനിടയിലാണ് നമ്മൾ ഈ വാർത്ത ഇന്നലെ ബ്രേക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് അതിനുശേഷം ഉണ്ടാകുന്ന വിവരങ്ങൾ പറയും. ഗുഡ് മോർണിംഗ് SKN. ഈ തൃശൂർ പൂരം അലങ്കോലമാക്കലുമായി ബന്ധപ്പെട്ട DGP ഇന്ന് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. നേരത്തെ ഈ മാസം 24-ാം തീയതി വരെ, അതായത് ഇന്ന് വരെയായിരുന്നു റിപ്പോർട്ട് കൈമാറാൻ മുഖ്യമന്ത്രി നേരത്തെ സമയം അനുവദിച്ചിരുന്നത്. ഇതിനു മുമ്പ് തന്നെ ADGP എം.ആർ. അജിത് കുമാർ DGPക്ക് റിപ്പോർട്ട് കൈമാറിയിരുന്നു. ഈ റിപ്പോർട്ടാണ് മുഖ്യമന്ത്രിക്ക് DGP കൈമാറുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ നിർണായകമായ പല കണ്ടെത്തലുകളും ഉണ്ട് എന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്ന കാര്യം. കാരണം ഈ പൂരം അലങ്കോലപ്പെടുത്താൻ ബോധപൂർവമായ ശ്രമം ഉണ്ടായി എന്ന് റിപ്പോർട്ടിൽ കൃത്യമായി പരാമർശമുണ്ട്. കാരണം ഉന്നത ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഇല്ല എങ്കിൽ പോലും കഴിഞ്ഞ ദിവസം നമ്മൾ തന്നെ പുറത്തുവിട്ട വാർത്തകളിൽ ചില രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദേവസ്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ ചില വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ മുഖ്യമന്ത്രിയുടെ നിലപാടായിരിക്കും ഏറ്റവും കൂടുതൽ നിർണായകമായിട്ടുള്ളത്. കാരണം ഈ ഭരണപക്ഷത്തെ ഏറ്റവും രണ്ടാമത്തെ വലിയ കക്ഷിയായ CPIയെ രാഷ്ട്രീയപരമായി വലിയ സ്വാധീനമുണ്ടാക്കി അല്ലെങ്കിൽ ഒരു തിരഞ്ഞെടുപ്പിൽ തങ്ങൾ പരാജയപ്പെടാൻ കാരണമായി പോലും CPI കരുതുന്ന ഒന്നുകൂടിയാണ് തൃശൂർ പൂരം അലങ്കോലമാക്കൽ. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നേരത്തെ തന്നെ ഈ വിവാദം ഉണ്ടായ പശ്ചാത്തലത്തിൽ സിറ്റി പോലീസ് കമ്മീഷണറെ മാറ്റിക്കൊണ്ട് സർക്കാർ നടപടിയെടുത്തിരുന്നു. നിലവിൽ ഈ റിപ്പോർട്ടിൽ ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയോ അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥർക്കെതിരെയോ കൂടുതൽ നടപടികൾക്ക് ശുപാർശ ചെയ്യുന്നില്ല എന്നതാണ് വിവരം. അങ്ങനെയെങ്കിൽ ഇനി എന്തെങ്കിലും തരത്തിലൊരു നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നോ ഉണ്ടാകുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യം. CPI തുടർച്ചയായി ഇതിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. CPI മുഖപത്രമായ ജനയുഗത്തിൽ ADGP എം.ആർ. അജിത് കുമാറിനെതിരെയും പൂരം കലക്കലിനെതിരെയും തുടർച്ചയായി ലേഖനങ്ങൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതാണ് ഏറ്റവും നിർണായകമായ കാര്യം. കാരണം ഇതിൽ എം.ആർ. അജിത് കുമാറിനെതിരെ CPI ഉന്നയിക്കുന്ന ആരോപണങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. മുന്നണി യോഗത്തിലടക്കം CPI ഇത് ഉന്നയിക്കാനിരിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് പൂരം കലക്കലുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ പക്കൽ വരുന്നത്. ഇതിൽ ഏതെങ്കിലും തരത്തിൽ കൂടുതൽ നടപടി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നതാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. SKN. MG പ്രതീഷാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത്. ഈ റിപ്പോർട്ട് ഇന്നലെ നമ്മൾ ബ്രേക്ക് ചെയ്തതിനു ശേഷം പല കോർണറുകളിൽ നിന്ന് പല പ്രതിഫലനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ വരുന്നുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ടിലെ ചില പരാമർശങ്ങൾ, തിരുവമ്പാടി ദേവസ്വത്തിലെ ചില ആളുകൾ പൂരം കലക്കാൻ ഗൂഢാലോചന നടത്തിയെന്നുള്ള റിപ്പോർട്ടിലെ ചില പരാമർശങ്ങൾ പൂർണ്ണമായും തിരുവമ്പാടി ദേവസ്വത്തിലെ അധികൃതർ തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് ഇന്നലെ വന്ന വാർത്ത. കൂടുതൽ വിശദാംശങ്ങൾ സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് നൽകും. സൂരജ് സജി, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ തിരുവമ്പാടി ദേവസ്വത്തിലെ ഗിരീഷ് കുമാർ ഇത് പൂർണ്ണമായും ഇന്നലെ തന്നെ ഈ റിപ്പോർട്ട് തള്ളിക്കളഞ്ഞു. ഇത് തിരുവമ്പാടി ദേവസ്വത്തിലെ മറ്റ് ചില ആളുകളുമായി നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. പാറമേക്കാവ് ദേവസ്വം അവർ ഈ പൂരം നടത്തുന്നതിന് അനുകൂലമായ സമീപനമായിരുന്നു ആദ്യം മുതലേ എന്നുള്ള രീതിയിൽ ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് എന്ന വാർത്തയുമുണ്ട്. പാറമേക്കാവ് ദേവസ്വത്തിൻ്റെ നിലപാട് ഈ കാര്യത്തിൽ എന്താണ്? SKN, ഗുഡ് മോർണിംഗ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാറമേക്കാവ് ദേവസ്വം പറയുന്നത് ഈ പൂരം നിർത്തിവെക്കാനുള്ള തീരുമാനം അത് തിരുവമ്പാടിയുടേത് മാത്രമായിരുന്നു. പക്ഷേ ഈ പൂരം നടത്തിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള അതിക്രമം ഇടപെടലുകൾ ഉണ്ടായി. അതിൽ തങ്ങൾക്കും വലിയ രീതിയിലുള്ള മനോവിഷമം ഉണ്ടായിരുന്നു. അത് തന്നെ ആയിരിക്കാം തിരുവമ്പാടി
ഈ പൂരം നിർത്തിവെക്കുന്ന നിലപാടിലേക്ക് എത്തിച്ചത് എന്നുള്ളതാണ് പാറമേക്കാവ് ചൂണ്ടിക്കാണിക്കുന്നത്. തിരുവമ്പാടി ആകട്ടെ ADGP സമർപ്പിച്ച റിപ്പോർട്ടിലെ പരാമർശങ്ങളടക്കം എല്ലാം തള്ളുകയാണ്. അവർ പറയുന്നത് ഒരു തരത്തിലും ഈ പൊളിറ്റിക്കൽ ഗൂഢാലോചനയുടെ ഭാഗമായി, രാഷ്ട്രീയ ഗൂഢാലോചനയുടെ ഭാഗമായി കൊണ്ട് പൂരം നിർത്തിവെക്കാൻ തങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഈ മഠത്തിലെഴുന്നള്ളിപ്പ് നടക്കുന്ന സമയത്ത് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ലാത്തിച്ചാർജ് അടക്കമുള്ള നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് അതിന്റെ മനോവിഷമത്തിലാണ് ഈ പൂരം നിർത്തിവെക്കാൻ തീരുമാനിച്ചത്. അതൊരു കൂട്ടായ തീരുമാനമായിരുന്നു എന്നുള്ളതാണ് ഗിരീഷ് കുമാർ ചൂണ്ടിക്കാണിക്കുന്നത്. അദ്ദേഹവുമായി സംസാരിക്കുമ്പോൾ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ പൂരം എങ്ങനെ കൊണ്ടുപോകണം എന്ന് തീരുമാനിക്കുന്നത് അത് ദേവസ്വങ്ങളാണ്. അതിൽ പൂരം നടത്തണമോ നിർത്തണമോ എന്നതൊക്കെ തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അത് ദേവസ്വത്തിനുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം ഗിരീഷ് കുമാർ നമ്മളോട് പറയുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ഈ റിപ്പോർട്ടിൽ ദേവസ്വമാണ് ഇത് നിർത്തിവെച്ചതെന്ന് പറഞ്ഞാൽ അപ്പോൾ ദേവസ്വത്തിനെതിരെ എത്തരത്തിൽ സർക്കാരിന് നടപടി സ്വീകരിക്കാൻ കഴിയും എന്നതിൽ ഒരു പ്രായോഗിക ബുദ്ധിമുട്ടുണ്ട്. കാരണം ഇതിന്റെ നടപടിക്രമങ്ങൾ അല്ലെങ്കിൽ ഇതിന്റെ നടത്തിപ്പിന്റെ പൂർണ്ണമായ അവകാശം ഈ ഇരു ദേവസ്വങ്ങളുടെയും കയ്യിൽ തന്നെയാണ്. അപ്പോൾ ആ പൂരം നിർത്തിവെച്ചതിന്റെ പേരിൽ അവർക്കെതിരെ ഒരു നടപടിക്ക് കഴിയുമോ എന്നുള്ളതിൽ എത്രമാത്രം സാധ്യതയുണ്ട് എന്നുള്ളത് വരും നാളുകളിൽ കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. എന്നാൽ പോലും തിരുവമ്പാടി ദേവസ്വത്തെ സംബന്ധിച്ച് അവർ പറയുന്നു ഇതിനകത്ത് കൃത്യമായ രാഷ്ട്രീയ ഗൂഢാലോചന ഇല്ല. അന്ന് BJPയുടെ സ്ഥാനാർത്ഥിയായിരുന്ന സുരേഷ് ഗോപിയെ പോലും നേരിട്ട് ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഗിരീഷ് കുമാർ പറയുന്നത്. പലരും ഫോണിൽ വിളിച്ചു നൽകി. അത് സുരേഷ് ഗോപിയുമായി മാത്രമല്ല മുരളീധരനുമായി സംസാരിച്ചു, VS സുനിൽകുമാറുമായി സംസാരിച്ചു, മന്ത്രി രാജനുമായി സംസാരിച്ചു, ജില്ലാ കളക്ടറുമായി സംസാരിച്ചു. ജില്ലാ കളക്ടർ ഈ പ്രശ്നം നടക്കുന്ന സമയത്ത് ഈ ലൈറ്റാണ് ആദ്യം ഓഫ് ചെയ്യുന്നത്. പന്തലിലെ ലൈറ്റ് ഓഫ് ചെയ്ത് തങ്ങൾ ആ പന്തലിൽ കാത്തുനിന്ന് മണിക്കൂറുകളോളം നിന്നു. പക്ഷേ ജില്ലാ കളക്ടർ അങ്ങോട്ടേക്ക് ഒരു അനുനയ ചർച്ചയ്ക്ക് പോലും വന്നില്ല എന്നുള്ളതാണ് ഗിരീഷ് കുമാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അങ്ങനെയാണ് തങ്ങൾ തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഓഫീസിലേക്ക് നീങ്ങുന്നത്. അവിടെ എത്തി പിന്നീടുള്ള ചർച്ചകളെല്ലാം നയിക്കുന്നത് അത്തരത്തിൽ ഇവരാരും വരാഞ്ഞതുകൊണ്ട് മാത്രമാണ് ഈ ഓഫീസിലേക്ക് തങ്ങൾ മാറിയതെന്നും പറയുന്നു. പൂർണ്ണമായും സഹകരിക്കാൻ തങ്ങൾ തയ്യാറായിരുന്നു. പക്ഷേ ഈ ചർച്ചകൾക്ക് ആദ്യഘട്ടത്തിൽ തയ്യാറാകാതെ പോയതും ഈ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഇടപെടൽ അതിൽ പ്രതിഷേധിച്ചുമാണ് ഈ പൂരം നിർത്തിവെച്ചത്. അതൊരു കൂട്ടായ തീരുമാനമാണെന്ന് തിരുവമ്പാടി ആവർത്തിക്കുകയും ചെയ്യുകയാണ്. താങ്ക് യു സുർജിത്ത് അയ്യപ്പ, സൂരജ് സജിയാണ് വിവരങ്ങൾ നൽകിയത്.